ഹലോ അസ്സാം വലൈക്കും. ഇപ്പോൾ ഓണൊക്കെ ആയതുകൊണ്ട് പല കാര്യത്തിനും നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാലൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും, കൈ വെച്ചിട്ട് മുണ്ടിൽ ഒക്കെ പിഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തന്നെ, രണ്ടാം പാലും മൂന്നാം പാലൊക്കെ നല്ല കട്ടിക്ക് തന്നെ തേങ്ങയിൽ നിന്ന് ഫുള്ളായിട്ട് എങ്ങനെയാണ് നമുക്ക് പാൽ എടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോസുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതിനായിട്ട് ഞാൻ ഈ തേങ്ങ ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സിയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ആ അരിപ്പയിലേക്ക് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം, കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. ചൂടുവെള്ളം ഒരു കപ്പ് മാത്രം, ഇത് ഒന്നാം പാലാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കൈകൊണ്ട് ഈ അരിപ്പയിലേക്ക് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഈ ചണ്ടികളൊന്നും നമ്മുടെ പാലിലേക്ക് ചാടില്ല. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ ഇനി നമ്മൾ പിഴിഞ്ഞെടുത്തതിൻ്റെ ഈ ഫസ്റ്റ് ഒന്നാം പാൽ എടുത്തതിൻ്റെ ഈ ചണ്ടി നമുക്ക് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്താൽ മതിയാവും. എന്നിട്ട് പിന്നെ പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നമ്മളെ ഒന്നാം പാൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നാം പാൽ എടുക്കാം. ഞാൻ കാണിച്ചാൽ നല്ല കട്ടിക്ക് തന്നെ ഒന്നാം പാൽ കിട്ടിയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും പാടെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 കപ്പ് വരെ വെള്ളം നല്ലവണ്ണം മൂടി നിൽക്കുന്ന രീതിക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും ഒന്നും പാടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ടാം പാലിന് വേണ്ടിയിട്ടാണ്. വീണ്ടും ഞാൻ ഇതുപോലെ അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതുപോലെ ഇതിൽ നല്ല വെള്ളം ഉള്ളത് കൊണ്ട് കൈകൊണ്ട് മെല്ലെ ഇങ്ങനെ ഇതുപോലെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനൊക്കെ ഇതിൽ നിന്ന് പാൽ അതിൽ തന്നെ കണ്ടില്ലേ, താഴത്തേക്ക് കണ്ടില്ലേ, നല്ലവണ്ണം പാൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതിയിട്ട്. അപ്പം നമുക്ക് ഒന്നും പാടെ എളുപ്പമായിട്ട് അപ്പോൾ ഇനി ഇതും നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. കണ്ടല്ലേ, ഇപ്പം തന്നെ ഏതാനൊക്കെ പാലൊക്കെ പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാം പാൽ നല്ല ഒരു പാലായിട്ട് തന്നെ കിട്ടും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രണ്ടാം പാൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും വേറൊരു പാത്രത്തേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, രണ്ടാം പാലും നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാം പാൽ പിഴിഞ്ഞിട്ടുള്ള ചണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 3 കപ്പോളം വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും പാടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്ന് പുഷ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ നല്ല പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇതും ഇതുപോലെ കണ്ടില്ലേ, നല്ല പാൽ ഇതിലുള്ള ഫുള്ളായിട്ട് പാൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുണ്ടൊക്കെ
ചിലരൊക്കെ മുണ്ടൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് പിഴിഞ്ഞെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും. നല്ല പാല് കിട്ടും ചെയ്യും, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മൂന്നാം പാൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാം പാലും കണ്ടില്ലേ, ഏതാനൊക്കെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ ഫുള്ളായിട്ട്. ഇപ്പോൾ നമ്മൾ തേങ്ങയിലില്ല, ഫുള്ള് പാല് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒന്നാം പാലാണ് ഇത്, രണ്ടാം പാൽ ഇത്, മൂന്നാം പാൽ ഇത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ കഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിക്കുള്ള 3 പാലും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം പുതിയ വീഡിയോസുമായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.